താഴെ ഒരു ഫൈസൽ MM അക്ബറിന്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. ഫൈസലെ മേലോട്ട് കയറുക, ഇൻവിറ്റേഷൻ ഉണ്ടോ? മേലോട്ട് കയറുക. നിങ്ങൾക്ക് നസ്രാണികളോട് നിങ്ങൾക്ക് നേരെ സംവാദം നടത്താൻ നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾക്ക് പേടിയാണ്, മനസ്സിലായോ? ഫൈസലെ മേലോട്ട് കയറുക. ഈ ചാറ്റ് ബോക്സ് ഇരുന്ന് ഇങ്ങനെ ഈ ഫൈസൽ കയറി വന്നു. ഫൈസല് ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. ഫൈസൽ എന്താണ് ചാറ്റ് ബോക്സിനകത്ത് മാമുനിനേക്കാളും ധൈര്യമുണ്ട്. ഉണ്ട് സമ്മതിക്കാം നമ്മള്. എങ്ങനെ എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർത്തു തരുമോ? ഞങ്ങള് പ്രശ്നമല്ല ഇവിടെ പരിഹരിക്കുന്നേ, അക്ബർ ഉണ്ടാക്കിയ പ്രശ്നമല്ല ഞങ്ങൾ ഇവിടെ പരിഹരിക്കുന്നേ. താങ്കൾക്ക് ക്രിസ്ത്യാനിയോട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? എന്താ അല്ല, ക്രിസ്ത്യാനിയോട് ചാറ്റിലിട്ടതിന് എന്താ മറുപടി എന്തെങ്കിലും ഉണ്ടോ? ചാറ്റിൽ മേളിലൊരു ടോപ്പിക് ഇട്ടുണ്ട്, അത് കാണാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ചാറ്റിലൊരു ടോപ്പിക് ഇട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. കയറ്റുന്ന റൂമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. റൂമാണിത്. ഒരു മിനിറ്റ് ഫൈസലെ, ഞങ്ങൾ മേളിലൊരു ടോപ്പ്, താങ്കളുടെ കണ്ണിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. താങ്കളുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ചാറ്റില് ഞാനൊരു അതിനെന്തിനാ ഞാൻ ചാറ്റിലിട്ടതിന് ക്ലബിന്റെ ടോപ്പിക് എന്തോ? ഈ ക്ലബ് നീ എന്നാ ടോപ്പിക് ഉണ്ടോ നീ കയറി വന്ന ക്ലബിലോട്ട്? എടാ, ഞാനൊരു ചാറ്റിൽ ഒരു സാധനം ഇട്ടപ്പോ അതിനെന്തെങ്കിലും ഫൈസലെ ഇപ്പൊ എന്ത് കാര്യത്തിനാണ് ആ സാധനം ഇവിടെ ഇട്ടത്, ഈ റൂമിൽ ഇടാൻ കാരണം? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചത്? അത് ഇട്ടതിനെന്താ കുഴപ്പം? നിങ്ങൾ ആ സാധനം ഇട്ടോണ്ടാണ് നിങ്ങളെ വിളിച്ചത്. പക്ഷെ നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളത് ഇട്ടോണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. നിങ്ങളത് ഇട്ടോണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. അതിനെ ബന്ധപ്പെടുത്തിയാണ് ഞങ്ങളുടെ ചോദ്യം. അതിനെ ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിനെ ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. എന്നെ സംസാരിക്കാൻ വിടുവോ? അതിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ സംസാരിക്കാൻ വിടുവോ? വിശദീകരിച്ചോളൂ. ഓക്കെ, അതിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ റൂം ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉള്ളപ്പോ താങ്കൾ അത് ഇടാൻ കാരണം എന്താണ്? എനിക്ക് മനസ്സുണ്ടായി, ഇതൊരു പബ്ലിക് റൂമാണ്. അതാണ് ചോദ്യം. അതിന്റെ കാരണം എന്താണെന്ന് ഈ റൂമില് മുഹമ്മദിന് അല്ലാഹുവിനും എതിര് പറഞ്ഞാൽ കൈകാല് വെട്ടുന്നത് പ്രാമാണികമോ എന്ന് ചോദിച്ചത് താങ്കൾ അത് ഇട്ടതിന്റെ കാരണം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ബൈബിൾ വചനം നാണമുണ്ട് അല്ലേ? നാണമാണോ അല്ലേ? ഇങ്ങനെ ഒരു ടോപ്പിക്കിന്റെ ഇടയ്ക്ക് ഇടാൻ കാരണം ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങളുടെ ചർച്ച ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം ബൈബിൾ വിഷയം എടുത്തിട്ടോണം, നിങ്ങൾ അന്നേരം ബൈബിൾ വിഷയം എടുത്തോട്ട് കയറി വേളം ഉണ്ടായിക്കോണം, ചർച്ച അലങ്കോലപ്പെടുത്തിക്കോണം. നിങ്ങൾ അണ്ണന്മാരെ പഠിപ്പിച്ചു വിട്ടതല്ലേ? എന്തിനാ ഇവിടെ ഇങ്ങനെ മെഴുകുന്ന? ബൈബിൾ പേടിയാണെങ്കിൽ പറഞ്ഞാൽ മതി, പേടിയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇസ്ലാം പ്രമാണത്തെ എനിക്ക് എടുക്കാൻ പേടിയാണെന്ന് പറഞ്ഞാൽ മതി. ബൈബിൾ എടുക്കാൻ ഒരിക്കലുമല്ല. ഇസ്ലാം നിങ്ങൾക്ക് അലങ്കോലമല്ലേ? ഇസ്ലാം നിങ്ങൾക്ക് അലങ്കോലാണ്ടാണല്ലോ നിങ്ങൾ ബൈബിൾ എടുക്കേണ്ടി വന്നത്. ബൈബിൾ സംസാരിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഒരു ടോപ്പിക്ക് എനിക്കും അറിയാം. ഒറ്റ ഒരുത്തിനെ കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ മനസ്സിലാ നാളം കിടന്നേ? വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ വിട്ടേച്ച് പോകും. വെറുതെ കിടന്ന നാണം കിടക്കുന്നത് താങ്കൾക്ക് വലിയ പരിപാടിയല്ല. അതെ, വീരത്വമാണ്. ഞങ്ങൾ വീരത്വമാണ്. കറക്റ്റാ, ഞാനും അതിനെ പറഞ്ഞിരുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന തോന്നിവാസത്തെ വീരത്വം എന്ന് തന്നെ പറയുന്നത്. ഫൈസൽ അത്രയും ആത്മാർത്ഥത്തോടെ പറഞ്ഞില്ല, വീരത്വം തന്നെ. ആ വീരത്വത്തെ കുറിച്ച് വെച്ച് ഇവിടെ ഒരു ടൈറ്റിൽ ഇട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് താങ്കൾ വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞു എനിക്ക് മനസ്സുണ്ടായിട്ട. ആ മനസ്സിന്റെ പേരാണ് സുഹൃത്തെ വീരത്വം. ഒരു വിഷയം കാണുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പറ്റാതെ ഓടി ഒളിക്കുന്ന വീരത്വം എന്ന് പറയുന്നത്. എന്നെ എന്തിനു എടുത്തു നിങ്ങൾ? ഈ ടൈറ്റിൽ ഇട്ട ആളെ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെ എടുത്തത്. ഇങ്ങനെ ഒരു വിഷയം ഉള്ളപ്പോ താങ്കളോട് അതെടുത്തിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പേടിയാണല്ലോ ഇവിടെ. അത് ഞാൻ ബൈബിള് നടത്തുന്ന ചോദ്യം അല്ലല്ലോ ഇത്. കാരണം ബൈബിളുമായി ബന്ധപ്പെട്ട വിഷയം അല്ലല്ലോ ഇത്. ബൈബിളുമായി ബന്ധപ്പെട്ട വിഷയം നടത്തുമ്പോ താങ്കൾക്ക് വരാം, അതല്ലാത്തപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈബിൾ ചോദിക്കാൻ പറഞ്ഞു. വഴിയെ പോകുന്നവരൊക്കെ വെറുതെ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന റൂമല്ല ഇത്. വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് പാല് കൊടുത്ത് ബ്രദറാക്കുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞേക്കും. ലിസിസ്റ്റർ ആയിഷ പണ്ട് പാല് കൊടുത്ത പോലാണോ വഴിയെ പോയ ആൾക്കാർക്ക്? പാലല്ല, മുല.
പാലല്ല മുല. അതെ അതെ അതെ, നാട്ടുകാരെ പിടിച്ച സഹോദരന്മാരാക്കി മുല കൊടുത്ത ആ സംഭവല്ലേ? ആ വഴിയെ പോകുന്നവരൊക്കെ വല്ലതൊക്കെ പറഞ്ഞാൽ ഉത്തരം പറയേണ്ട ക്രിസ്തുവിനെ ആവശ്യം കുറിച്ച് നമുക്കില്ല. ചോദിക്കുമ്പോ അതെ വഴി കൊടുന്നവരും അതെ, ഒരുത്തന് ഈ ദൈവാരാധന ഫൈസലെ, ഇല്ലെങ്കിൽ ആ എടാ നാട് നീ മുഴുവൻ എന്ത് ടോപ്പിക് നശിപ്പിക്കണം. കണ്ടിട്ടാ, നീ എന്ത് എന്നിട്ട് ടോപ്പിക് കണ്ട് ഈ അതെല്ലാം ക്ലബിലോട് കയറി വന്നാ? നീ എന്ത് ടോപ്പിക് കണ്ട്? നീ നിങ്ങൾ കണ്ണോട്ടാണോ? എന്ത് ടോപ്പിക് കണ്ട് ഈ ക്ലബിൽ കയറി വന്നാ? യഹോവയാണോ എടാ ഗോത്ര അറബി ഗോത്രദേവനെ അള്ളാഹുവിനെ പറ്റി സംസാരിക്കുക. അപ്പൊ നീ എന്തിനാ വിഷയം മാറ്റുന്ന? എന്തിനാ? ഖുറൈശിയുടെ ഗോത്രദേവൻ, അതായത് 360 ദേവന്മാരിൽ പേടിയില്ലാതെ എന്തോന്നു? ഇതില് ഞാനാ താഴേക്കിട്ടത്. ഇപ്പം വെറുതെ വിഷയം മാറ്റാൻ വന്നതാ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. മുഹമ്മദിനും അല്ലാഹുവിനും എതിര് പറഞ്ഞാൽ കൈകാല് വെട്ട് പ്രാമാണികമോ? പ്രാമാണികമാണ്. ഖുറാനിൽ പ്രാമാണികമാണ്. സഹോദരന്മാർ അതൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. അവർക്കെല്ലാം ഹാലുലകുന്നത് ഇതൊക്കെ നമ്മളിവിടെ വായിക്കും, അതുകൊണ്ടാണ്. ബൈബിളിലേക്ക് ചാടി കയറി തൂങ്ങി കിടക്കുന്നു. ലീസിസെ, ഇവൻ എന്ത് ടോപ്പിക് കണ്ടിട്ട് ഈ ക്ലബിലോട് കയറി വന്നതാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം അതാ ഞാൻ പറയാം. പറഞ്ഞത്, വെറുതെ മാറ്റാൻ വന്നതല്ലേ. നിങ്ങൾ എന്തിനാ വെറുതെ വഴക്കിടിക്കുന്നവനാണ്? ഞാനവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ, വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചു കയറ്റുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. വഴിയെ പോകുന്നവരെന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം പറയേണ്ട കാര്യം നമുക്കില്ല. അത് ആയിഷയൊക്കെ ചെയ്ത പണിയല്ലേ, നമുക്കത് വേണ്ട. ശരി, കൈകാല് വെട്ടണമെന്നുണ്ടോ? 8:12 എന്റെ ഞാനിവിടെ ഖുറാൻ തുറന്നു വെച്ചപ്പം ആദ്യം വന്നത് അതാണ്. 8:12 താങ്കളുടെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം. അടുത്ത സീനാണ് കേട്ടോ. ഷേക്സ്പിയർ പ്ലേയിലൊക്കെ നെക്സ്റ്റ് സീൻ, കർട്ടൻ ഓപ്പൺ ആകുന്നു. അടുത്ത സീൻ, താങ്കളുടെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. ആണിയടിച്ച് അവിടെ നിർത്തണം, അനങ്ങാൻ വിടരുത്. സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ കൈകാലുകളും നിങ്ങൾ വെട്ടിക്കളയുക. അല്ലാഹു ആണ് പറഞ്ഞത് കേട്ടോ. 12 കൃത്യം കേട്ടല്ലോ. കഴുത്തിന് മീതെ തന്നെ നോക്കി വെട്ടണം കേട്ടോ. വെറുതെ അവിടെ ഇവിടെയും വെട്ടി സവാദിന്റെ ദേഹത്ത് കൊണ്ട പോലെ ആകരുത്.